ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് മനസ്സിൽ ആകെ ഒരു സംഭവമുള്ളൂ, അടി ഇടി വെടി കുത്തുകോല. 2 മണിക്കൂർ അത് തന്നെ. കഥയൊക്കെ പഴയ സംഭവം തന്നെ ഉള്ളൂ, അച്ഛനെ കൊന്നതിന്റെ റിവെഞ്ച് തീർക്കാൻ പോകുന്ന മോളുടെ കഥ. പക്ഷേ ഇതിൽ ആക്ഷൻ സീക്വൻസസ് കീടിലായിരുന്നു. ഈച്ച് ആൻഡ് എവറി ആക്ഷൻ സീക്വൻസസ് വേറെ വേറെ ലെവലായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 2 മണിക്കൂർ മൊത്തം ആക്ഷൻ, പക്ഷെ നമ്മൾ ഒരു രീതിയിലും പോലും ബോറടിപ്പിക്കാണ്ട് മടിപ്പിക്കാണ്ട് എൻഗേജ് ചെയ്ത് പിടിച്ചിരുത്തുന്നത് അമ്മാതിരി ലെവലിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡയറക്ടഡ് ബൈ ലെൻ വൈസ്മാൻ. എനിക്ക് ആദ്യമൊക്കെ ഒരു പേടിയുണ്ടായി, അണ്ടർവേൾഡ് ഫ്രാഞ്ചൈസിന്റെ ഡയറക്ടർ ആയതുകൊണ്ട് ചെറിയൊരു സംശയമുണ്ട്. പക്ഷെ പോളി വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫിറ്റിംഗ് സക്സസർ ടു ദ ജോൺ വിക്ക് ഫ്രാഞ്ചൈസ്. ഇതില് വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ എല്ലാം തന്നെ പറഞ്ഞേ, നിരാശപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആനാഡി അർമാസ് ആണ് അതിനകത്ത് ഫീമെയിൽ ക്യാരക്ടറെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ വന്ന ക്യാരക്ടർ പോളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതില് ആന കൊടുത്തിരിക്കുന്ന ഹാർഡ് വർക്ക്, എഫേർട്ട്, ഹാറ്റ്സ് ഓഫ്. അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ആനയുടെ ക്യാരക്ടർമാർക്ക് നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ട്രെയിനിങ് പീരീഡ്, ഫ്ലാഷ് ബാക്ക് എല്ലാം ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഥ മസ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞുള്ള നെഗറ്റീവ്സ് കേൾക്കാം. അല്ലാത്തൊരു ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്തു ബാലറീന എന്ന സിനിമ. ഒട്ടും ഡിസപ്പോയിന്റഡ് ഞാൻ വാക്ക് തരികയാണ്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞല്ലോ, പാടം 2 മണിക്കൂർ മൊത്തം ആക്ഷനാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു കഥ, ആ ഒരു ഫാമിലി സൈഡിലോട്ട് വരുമ്പോൾ അത് മര്യാദ കൺവിൻസിങ് ആയ രീതിയിൽ അല്ലെങ്കിൽ വൃത്തിക്ക് പറഞ്ഞു പോയിട്ടുള്ളത് പോലെയാണ് തോന്നിയത്. ആ ഒരു ആക്ഷന്റെ ഇടയ്ക്ക് എന്തോ ഒരു ഡ്രാമ കയറ്റി മട്ടാണ് കിട്ടിയത്. പിന്നെ ജോൺ വിക്കിന്റെ ട്രെയിലറിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയില്ലേ. പക്ഷെ സിനിമയില് ആ ഒരു ക്യാരക്ടർ, ബാബയായ ക്യാരക്ടർ, ജോൺ വിക്കിന്റെ ക്യാരക്ടറിനെ മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു പൊട്ടൻഷ്യൽ വേസ്റ്റ് ആക്കിയ പോലെയാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ശരിയായിരിക്കും, അവർ മാസാക്കി കാണിക്കാത്തായിരിക്കും, എന്നാൽ പോലും ഒരു ഫോഗറ്റബിൾ ഒരു അപ്പിയറൻസ് ആയിരുന്നു ജോൺ വിക്കിന്റേത് അല്ലെങ്കിൽ കീൻ റീവ്സിന്റേത്. പിന്നെ ഈവിന്റെയും ജോൺ വിക്കിന്റെയും കോമ്പിനേഷൻ സീൻസ് പോലും ഒരു വാവ് ഫാക്ടർ ആയിട്ട് ഫീൽ ചെയ്യില്ല. എന്ത് വന്നാൽ പോലും ബാലറീന ഒരു പോളി എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ആനഡി അർമാസിന്റെ അഴിഞ്ഞാട്ടവും ഷോവും കാണാൻ പറ്റും.